കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവാദമായ ഒരു വിഷയമാണ് നമ്മുടെ നഗരസഭ സ്റ്റാൻഡിംഗ് കൗൺസിലായി അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഈ വിഷയത്തിൽ 23/3/2026 10/2026 നമ്പർ നോട്ടീസ് പ്രകാരം 27/3/2026 നടന്ന 18ാം നമ്പർ അജണ്ട നഗരസഭ സ്റ്റാൻഡിംഗ് കൗൺസിലായി അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനെ നിയമിക്കുന്നത് സംബന്ധിച്ചായിരുന്നു. ആ അജണ്ട പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അന്ന് നിലവിൽ ഈ അജണ്ട നടക്കുമ്പോൾ ഞങ്ങളെല്ലാം പുതിയ കൗൺസിലർമാരാണ്. ഞങ്ങൾക്ക് 13/2/2025 ഈരാറ്റുപേട്ട നഗരസഭയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേരിലുള്ള കുടുംബത്തിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ പേരിലോ ഉള്ള ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ 3ാം നിലയും 4ാം നിലയും അധികമായി നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് ആ ബിൽഡിംഗ് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളതാണ്. അതിൻ പ്രകാരം ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥ അവകാശമുള്ള ആളെന്ന നിലയിൽ നിലവിൽ കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട്, നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഈ കേസിന് ആസ്പദമായി കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെ തന്നെ നിയമിക്കുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഉടമസ്ഥാവകാശമുള്ള ആളെ തന്നെ നിയമിക്കുന്ന സാഹചര്യം വരുന്നത് എന്ത് വിരോധാഭാസമാണ്. അത് നഗരസഭാ ഭരണസമിതിയുടെ അറിവോട് കൂടിയാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. കാരണം നഗരസഭയിലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നഗരസഭയെ ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ, നഗരസഭയെ പ്രതിനിധീകരിക്കേണ്ട വ്യക്തി നഗരസഭയിലെ ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ നോട്ടീസ് അയക്കപ്പെട്ട് ആ നഗരസഭയുടെ നടപടിക്ക് വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അയാളെ തന്നെ ഈ നഗരസഭയുടെ താക്കോൽ ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന രീതി, അത് എനിക്ക് തോന്നുന്നു മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല എന്ന്. ഇത് ഭരണസമിതി അറിയാതെ ചെയ്തതാണോ, ഇനി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായി ചെയ്തതാണോ എന്ന് പരിശോധിക്കണം. നിലവിൽ ഞങ്ങൾ 10 കൗൺസിലർമാരും ഈ വിഷയം നഗരസഭാ സെക്രട്ടറിയെ കണ്ട് തടഞ്ഞു വെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലവിൽ നഗരസഭാ സെക്രട്ടറി ആ വിഷയം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കൃത്യമായ ഫോളോ അപ്പ് ആ വിഷയത്തിൽ ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനി നഗരസഭയ്ക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുക്കും. നിലവിൽ ടിയാനെ ഒഴിവാക്കി മറ്റൊരാളെ, നിലവിൽ സുനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ MGHSന്റെ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ നഗരസഭയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്തത്, ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്തത്. ഇനി പുതിയ ഒരാളെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ നിയമിക്കുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ നോട്ടീസ് അയക്കപ്പെട്ട, നോട്ടീസ് കൈപ്പറ്റിയ ആളെന്ന നിലയിൽ അയാളെ നിയമിക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആ തീരുമാനത്തോട് കൂട്ടുനിൽക്കുക എന്ന് പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ജനങ്ങളെ പറ്റിക്കുന്നതിന്, ഇവിടെ നിരവധിയായ വിഷയങ്ങൾ വരുമ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു നിയമം പൊളിച്ചെഴുതുന്ന രീതി, അത് ശരിയായ രീതിയല്ല. നഗരസഭ ഭരണസമിതി അത് പരിശോധിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്.